ഹായ് കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയുള്ള ലോങ് വീഡിയോ അല്ല, ഇവിടെ ഇരുന്നുകൊണ്ട്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയില്ലെങ്കിലും ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ടല്ലേ വീഡിയോ ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രമിച്ചാലേ കിട്ടത്തുള്ളൂ, ശ്രമിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല. കാണുന്നവർ കാണട്ടെ എന്ന് എഴുതിയിട്ട് ഞാനങ്ങ് ഇട്ട്. സാധാരണ എനിക്ക് ഭയങ്കര മടിച്ചിയാണ് ഞാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഷോർട്ടൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകും. അപ്പോൾ വീഡിയോ എടുക്കാൻ ഒരുപാട് കണ്ടൻറ്റൊക്കെ കിട്ടും, പക്ഷെ ഞാൻ എടുക്കത്തില്ല. കാരണം ഇപ്പം തന്നെ ഞാൻ നോക്കുമ്പോൾ കണ്ണൊരുമാതിരി കണ്ണ് കുഞ്ഞായിട്ട് വരുന്നു, കണ്ണിന് കാഴ്ച ചെറുതായിട്ടൊരു മങ്ങലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇനി നമ്മൾ ബാങ്കിലൊക്കെ ലോണൊക്കെ അടയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ബാങ്കിൽ കുറച്ച് പൈസയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ആരാണോ പൈസ ഇടുന്ന ആ ആൾ മരിക്കും മുമ്പേട്ട് ആ കാശ് അവരെ കൊണ്ട് എടുപ്പിക്കുക. മാക്സിമം എടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈ ബാങ്കുകാർക്ക് ഒരു കാര്യമുണ്ട്, ബാങ്കുകാരുടെ കാര്യമാണ്. ബാങ്കുകാർക്കൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, അവർക്ക് നമുക്കൊരു ലോട്ടറി അടിച്ചെന്ന് വെച്ചാൽ അവർ ഏതെല്ലാം ബാങ്കിൽ, നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് എത്ര ബാങ്കുണ്ടോ ആ ബാങ്കിലെ എല്ലാ ആൾക്കാരും ഓടി വരും ആ ലോട്ടറിയുടെ കാശ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ എത്ര പേര് വേണമെങ്കിലും അവർ ഓടി ഏതൊക്കെ ബാങ്കുകൾക്ക് മെനക്കെട്ട് അവർ ജോലി കളഞ്ഞിട്ട് അവർ ബാങ്ക് മാനേജരും അവരെ കൂടെയുള്ള PAയും പിയൂണും അവരൊക്കെ 2-3 ആൾക്കാരായിട്ടൊക്കെ വീട്ടിൽ വരും. എന്തിനാണെന്നറിയാമോ? ലോട്ടറി അടിച്ച ആളിൻ്റെ കയ്യിൽ കാശ് അവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതേ സമയത്ത് നമ്മളൊരു ലോണിനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവർ കുറേ നിബന്ധനകൾ വയ്ക്കും. അവർക്ക് ഈ ലോണ് തരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇത്ര പലിശയുടെ രഹിതം പറയാൻ, അല്ലെങ്കിൽ നമുക്ക് ലോണ് കൊടുക്കുമ്പോൾ നമുക്ക് അതിന് തിരിച്ച് നമുക്ക് ലോൺ ഇങ്ങോട്ട് തരുമ്പോൾ അങ്ങോട്ട് വയ്ക്കേണ്ട സാധനം, വയ്ക്കേണ്ട സാധനങ്ങളെ പറ്റി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ലോണിന് ഇത്ര മാസത്തേക്കുള്ള ഒരു ഇത് പറയും. മനസ്സിലായില്ലേ? ഇത്ര മാസം കഴിഞ്ഞാലേ ലോൺ കിട്ടുള്ളൂ. കാരണം ഒരു അത്യാവശ്യ ഘട്ടത്തിനായിരിക്കും നമ്മൾ ലോൺ എടുക്കാൻ പോകണം, പക്ഷേ അവർ ആ ലോൺ സമയത്ത് നമുക്ക് തരത്തില്ല. അതാണ് ലോണിൻ്റെ. അതേ സമയം തന്നെ നമ്മൾ ഒരു ലോട്ടറി അടിച്ചെന്ന് വെച്ചാൽ, ഈ ബാങ്കുകാരും വരും, അല്ലാത്ത നമുക്ക് പരിചയം പോലും ഇല്ലാത്ത കുറച്ച് ബാങ്കുകാർ വരും. പരിചയം പോലും ഇല്ലാത്ത കുറച്ച് ബാങ്കുകാർ നമ്മുടെ കൂടെ വരും കേട്ടോ. അതൊന്നും മനസ്സിലാക്കണം. അപ്പോഴും ഞാനൊന്നും പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇപ്പം ഞാനോ നിങ്ങളോ ആരെങ്കിലും, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഒന്ന് ലോൺ നമ്മൾ കുറച്ച് പൈസ ബാങ്കിലിട്ടെന്ന് വെച്ചോ, ആ ബാങ്കിലിട്ട കാശ് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞ് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇവർ ആ പൈസ നമുക്ക് തരത്തില്ല. എന്തെന്ന് വെച്ചാൽ, പൈസ ഇട്ട ആൾ മരിച്ചു പോയില്ല, അല്ലെങ്കിൽ നോമിനി ഇന്ന ആൾ ചെന്നില്ലെങ്കിൽ ഇവർ കാശ് തരത്തില്ല. അപ്പം എന്താ സംഭവിക്കുന്നത് അറിയാം? കാശ് അവിടെ കിടന്ന് ബാങ്കുകാർക്ക് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ആരെങ്കിലും കയ്യോ കാലോ ഒക്കെ പിടിച്ച് ഏതെങ്കിലും നേതാക്കന്മാരുടെ ആരെങ്കിലുമൊക്കെ കൈയും കാലൊക്കെ പിടിച്ച് ചെല്ലുമ്പോഴത്തേക്ക് പരിചയം അത്ര ഇതാണെങ്കിൽ ആളില്ലല്ലോ എന്ന് പറഞ്ഞ് നോമിനിക്കാണെങ്കിൽ ചിലപ്പോൾ നോമിനിക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ നോമിനി ഇല്ല, ഇട്ട ആളും ഇല്ലെങ്കിൽ ആ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പൈസ കൊടുക്കത്തില്ല. അങ്ങനെ ഇപ്പോൾ ഒരു സംഭവം നടന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഇടക്കാലത്ത് ഒരു സ്ഥലത്ത് എനിക്ക് എപ്പോഴും പറ്റണത്തോടെ സ്ഥലപ്പേര് പറയാൻ മറന്നു. നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട്, എനിക്ക് സ്ഥലത്തിൻ്റെ പേര് പറയാൻ അങ്ങ് മറന്നേ. ഒരു സഹോദരൻ്റെ, ഒരു വൃദ്ധയായ സഹോദരൻ, അവർ ലോണിന് ബാങ്കിൽ ചെന്ന് അവർക്ക് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്. പൈസ അവരുടെ സഹോദരിയുടെ പേരിന് കുറേ പൈസയുണ്ട് ബാങ്കിൽ. അപ്പോൾ ആ സഹോദരൻ എന്തോ അത്യാവശ്യം വന്നു. അപ്പോൾ ഈ സഹോദരിയുടെ കാശ് എടുക്കാൻ വേണ്ടിയിട്ട് സഹോദരൻ ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കിലെ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിൻ്റെ പൈസ ഉടമസ്ഥനെ കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, സഹോദരി ഈ പൈസ ഇട്ട ആളും നിലവിൽ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. ഇത് കഥയില്ല, സൊല്ലുമേന്നൊക്കെയുള്ള ഒരു കഥയില്ലേ, സൊല്ലൊട്ടമ്മ, അതുപോലത്തെ കഥയില്ല കേട്ടോ. ഇത് യഥാർത്ഥം നടന്ന കഥയാണ്. അപ്പം ബാങ്ക് മാനേജർ പറഞ്ഞ്, ഈ പൈസ ഇട്ട ആൾ, അല്ലെങ്കിൽ അവിടെ ഇരുന്ന സ്റ്റാഫ്, ഇതിന് ആരാണോ ഈ പൈസയ്ക്ക് ഉടമ, അവർ വന്നാലേ പൈസ തരത്തുള്ളെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം പുള്ളി പറയുമായിരുന്നു, ആള് നിലവിലില്ല, ആള് മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവർക്ക് അത് മനസ്സിലാക്കണ്ടേ? എന്തെന്നറിയാം, ഈ കാശ് എടുക്കണമെങ്കിൽ ഈ പൈസയുടെ ഉടമ അത് മരിച്ചുപോയി ആൾ തന്നെ പോകണമെന്നാണ് പറയണത്. അപ്പം പുള്ളി വീട്ടിൽ വന്നിട്ട് ചെയ്ത പണി എന്തെന്ന് കാണാം നമുക്ക്. ഈ കാശ് എടുക്കണ്ടേ? നമുക്ക് കാശ് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പുള്ളി ചെയ്തതെന്ന് കാണണം. പുള്ളി വീട്ടിൽ പോയി സഹോദരി മരിച്ചതിൻ്റെ ശവം കുഴിച്ചിട്ട് കിടക്കുമായിരുന്നല്ലോ, ആ ശവവും പുള്ളി തൂക്കിയെടുത്തോണ്ട് വരുക. എന്തിനെന്നറിയോ? ഈ കാശ് ഈ സഹോദരിയുടേതാണ്, ഈ കൊണ്ടുപോണ ആളിൻ്റെ പൈസയാണ്. അപ്പം ബാങ്കിന് തെളിവ് കൊടുക്കണ്ടേ? മരിച്ച ആളിൻ്റെ തെളിവ് കൊടുക്കണ്ടേ? തെളിവിനായിട്ട് കുഴിച്ചിട്ട ശവം തൂക്കിയെടുത്തോണ്ട് പോവുകയാണ്. ആ കാലെല്ലാം അസ്ഥികൂടം പോലെയായി.
ഒന്ന് കണ്ടു നോക്കി. അസ്ഥികൂടം പോലെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു മനുഷ്യനാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ശവം പോയിട്ടുണ്ട്. എന്നിട്ടും ഇത്രത്തോളം ആയിട്ടും ആ സഹോദരിയുടെ കാശിന് വേണ്ടിയിട്ട് തെളിവിനായിട്ട് കൊണ്ടുപോകണം. കുഴിച്ചിട്ട ശവമാണേ അതിനതേ തോളിലെടുത്ത് ചാക്കിനകത്താക്കിയിട്ട് കാല് രണ്ടും പുറത്താക്കിയാണ് പുള്ളി കൊണ്ടുപോണത്. ഈ ആങ്ങള, വൃദ്ധനായ ഈ ആങ്ങള, ആ ആങ്ങളയുടെ സഹോദരിയുടെ കാശിന് വേണ്ടിയിട്ട് മരിച്ചുപോയ സഹോദരിയെ തെളിവിനായിട്ട് കൊണ്ടുപോകണം. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്.